ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബേക്കറിയിലത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വരുമ്പോഴത്തേക്കും ഇത് ഒലിവ് പൈ ആണ്. ഞാൻ ഒലിവിൻ്റെ ഒരു ഫാനാണ്. ഇത് ഒലിവ് പൈ ആണ്. മുകളിൽ സെസാമി സീഡൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഒലിവ് ഇങ്ങനെ മാഷ് ചെയ്ത് വച്ചേക്കുന്ന ഇത് കണ്ടെന്ന് ഒലിവ് പൈ ആണ്. പിന്നെ ഇതാണ് സ്വീറ്റിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട് കണ്ടാൽ ഞാൻ അപ്പോൾ വാങ്ങിക്കും. ഇതിനകത്ത് ഫുൾ ആൽമണ്ട്, ഐ തിങ്ക് ആൽമണ്ടാന്ന് തോന്നുന്നു, ആൽമണ്ടോ പിസ്തയോ രണ്ടിലേതോ ഒന്നാണ്. പക്ഷെ അന്യായ ഫ്ലേവറാണ്. എന്നാൽ ഭയങ്കര മധുരമില്ല, എന്നാൽ അടിപൊളിയാണ്. പിന്നെ വരുന്നത് ഇത് ആൽമണ്ട് പൈ ആണ്. മൈ ഗോഡ്, ഇതിപ്പോൾ ഞാൻ 4-5 ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഈ വന്നേ പിന്നെ തന്നെ ഇത് തന്നെയാണെങ്കിൽ ഞാൻ ഒത്തിരി കഴിച്ചു. ബട്ട് സ്റ്റിൽ അത് വളരെ നല്ലതാണ്. ഇതൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫില്ലിങ് ഉള്ളതാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അടിപൊളിയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത് പറഞ്ഞ പോലെ സൈപ്രസിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കരുത്, സോർപാസ് ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ റെക്കമെൻഡേഷനാണ്. താങ്ക് യു. Hi guys, so ഞാൻ quickly just വന്നേക്കാണ്. As you can see, sunset ഇവിടെ it looks so breathtaking. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ. ഈ വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാനായിട്ട് വന്നേക്കാണ്. ആൻഡ് ഇന്ന് നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് നൈറ്റാണ് ഇൻ സൈപ്രസ്. ഞാനിപ്പോൾ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഹബി ടു ഗെറ്റ് റെഡി. എന്നിട്ട് നമ്മൾ എൻ്റെ ഹബിയുടെ ഫ്രണ്ട് നമ്മളെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനാണ് നമ്മൾ പോണത്. സോ യാ, look at the view guys. അപ്പോൾ ഹബിയുടെ ഫ്രണ്ടിൻ്റെ വൈഫും നമ്മൾ ഇവിടെയാണ് ഡിന്നറിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ആംബിയൻസ് ഉള്ള പ്ലേസാണ്.
Istanbul η μέσα να ξεβούσει.
ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ ബേസിക്കലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ചെയ്യുന്ന അടുത്ത പുറത്ത് പ്ലേസിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കാണ്. ഇത് ഒരു കുഞ്ഞ് പാർക്കാണ് സംഭവം. ബേസിക്കലി ഈ റോഡിൽ കൂടെ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബീച്ചെത്തും. സോ ഇന്നത്തെ പ്ലാൻ ബേസിക്കലി ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. വി ഹാവ് ടു ഡു അവർ പാക്കിംഗ്. പിന്നെ ഒന്ന് സോപ്രാസ് കയറണം, ദ ബേക്കറി. നമ്മുടെ ഫ്രഷ് കലമാരി നമ്മൾ പറഞ്ഞിരുന്നു. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പോകാനാണ് പ്ലാൻ. ഇത് ഇവിടുത്തെ ചെറിയ ചെറിയ മീനാണ്, അതും അങ്ങനെ തന്നെ ഫ്രൈ ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്തതാണ്. ഇനിയൊരു 2 ടൈപ്പ് മീനെണ്ണം വരാനുണ്ട്. അവിടെ ബാറുണ്ട്, ഫിഷ് ഡെലിക്കസി എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. റിവ്യൂസും വെച്ച് നോക്കുമ്പോഴേക്കും ഇറ്റ് സൗണ്ടഡ് ക്വൈറ്റ് നൈസ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് മ്യൂസിക് എൻജോയ്മെൻറ്റ് ബാറിലേക്ക് വന്നതാണ്. ഇതാണ് കാണുന്നത്. ഇവിടെ ലൈവ് മ്യൂസിക് ഉണ്ട്. ബാറാണ്, ലൈവ് മ്യൂസിക്. ഇതിൻ്റെ തൊട്ട് പുറകിൽ പിന്നെ ബീച്ചാണ്. ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് സൈപ്രസിൽ. വെരി സാഡ് ടു ബി ലീവിങ്, ബട്ട് യാ ഇവിടെ വന്ന് കുറച്ച് ദിവസം വന്ന് ഇറ്റ് വാസ് റിയലി റിയലി amazing. Weather wise, food wise, എല്ലാം we had a blast basically. So if anybody would like to come and visit Cyprus, definitely do come. So നിങ്ങൾക്ക് സൈപ്രസിൽ വന്ന് കറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. വെദർ വൈസ്, ഫുഡ് വൈസ് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വാമാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ ഫുഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ എത്രയും പറഞ്ഞാലും എത്രയും കഴിച്ചാലും മതിയാവാത്ത ഒരു സിറ്റുവേഷനാണ്. യുനോ സാലഡൊക്കെ അങ്ങനെ അത്രയും ഞാൻ ആസ്വദിച്ച് കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ വന്ന് സാലഡ് വാസ് സോ അമേസിങ്, പറയാൻ പറ്റില്ല. സോ ഫ്രഷ്, റിഫ്രഷിങ്. പിന്നെ ഇവിടുത്തെ ഫുഡ് നമുക്കിവിടെ, സോറി അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട്, ഫുഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് സുലാക്കി കഴിക്കാം, പോർക്ക് സുലാക്കി, ലാം. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബ്സ് ഐറ്റം ഭയങ്കര ലോ ആണ്. ഇവിടെ അധികം ബേസിക്കലി നിങ്ങൾക്ക് സാലഡ് ഐറ്റംസ് കൂടുതൽ കാണാൻ കിട്ടും. ആൻഡ് ഓൾസോ മീറ്റ് ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത്. കാർബ്സ് വെരി ലെസ്. അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്തത്. ആൻഡ് ഇവിടെ ഫേമസ് ആയിട്ട് ഒരു ബേക്കറി ഷോപ്പുണ്ട്, സോർപാസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ 24 hours ആണ് അത് ഓപ്പൺ. അവിടെ നിങ്ങൾക്ക് സേവറി ബേക്കറി ഐറ്റംസും കിട്ടും ആൻഡ് സ്വീറ്റ് ബേക്കറി ഐറ്റംസും കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ട്രൈ ചെയ്യുക. ഇറ്റ്സ് വെരി വെരി നൈസ്.
സോ അപ്പോൺ റിഫ്ലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് സൈപ്രസ്. ഇത് ജസ്റ്റ് ലാർണക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. പാഫോസ് എന്ന് പറഞ്ഞ വേറൊരു പ്ലേസും കൂടിയുണ്ട് ഇൻ സൈപ്രസ്. പിന്നെ ഐനാപ്പ ഉണ്ട്, നിക്കോസിയ ഉണ്ട്, നിക്കോസിയ, പിന്നെ വേറൊരു സ്ഥലം കൂടിയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കണില്ല. ആരെങ്കിലും സൈപ്രസ് വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. ഇവിടുത്തെ ആൾക്കാർ വെരി വാം, വെരി ഫ്രണ്ട്ലി ആണ്. ഫുഡ് ഈസ് ആബ്സല്യൂട്ട്ലി അമേസിങ്. വെദർ വൈസ് പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സൺറൈസും സൺസെറ്റും ആസ്വദിച്ച് ഇവിടെ it has been so amazing. And financially also it's very cost effective as well. ഇപ്പോൾ നമ്മൾ പൗണ്ട് വെച്ച് നോക്കുമ്പോഴേക്കും ഒത്തിരി സാധനങ്ങൾ ഇവിടെ is so much cheaper, cost effective. I like to use the word cost effective. And പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's amazing. ഇവിടെ അടുത്ത് തന്നെ സംതിങ് ഓർ ദി അതർ ഇസ് ഹാപ്പനിങ്. ഇന്നാൾ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, ഔട്ട് ഓഫ് ദ ബ്ലൂ. സോ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഹോളിഡേക്ക് വേണ്ടി വരാം. we've only been here for like couple of days. I think around 4 days we planned to come over here. പിന്നെ നമ്മൾ ബൈക്ക് റെൻറ്റിൽ എടുത്തിട്ട് നമ്മൾ that also is very cost effective. നമ്മൾ 2 ദിവസത്തിന് വേണ്ടി നമ്മൾ 35 euros ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ താമസിച്ചുകൊണ്ട് ഇരുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ ഫാമിലി ഫ്രണ്ട് ഓൺ റൺ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. സോ അവർക്ക് 2-3 I think 4 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഈസ് മെസോഗിയസ് ഹൗസിംഗ് സ്യൂട്ട്സ് ആണ്. സിറ്റുവേറ്റഡ് ഇൻ ലാർണക്ക, സൈപ്രസ്. ഇവിടുന്ന് ബീച്ചിൽ പോകാനും ലോക്കൽ ടൗണിൽ പോകാനും അധികം യാത്ര ചെയ്യേണ്ടി നിങ്ങൾക്ക് വരില്ല. ഇറ്റ്സ് ബേസിക്കലി ജസ്റ്റ് ലൈക്ക് 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് കാർ ഇവിടെ ഹയർ ചെയ്യാം ഓർ ബൈക്ക് റെൻറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ ബൈക്ക് റെൻറ്റ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങൾ ഒക്കെ കാണാൻ പോയത്. നമ്മൾ 2 ദിവസത്തിന് വേണ്ടിയാണ് ബൈക്ക് എടുത്തത് ആക്ച്വലി. ആൻഡ് സോ നമ്മൾ 2 ദിവസമാണ് ബൈക്ക് എടുത്തത്. അതിന് നമ്മൾ 35 euros ആണ് കൊടുത്തത്. അത്യാവശ്യം സ്ഥലങ്ങൾ പോയി കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈം റേറ്റ് ഭയങ്കര ലോ ആണ്. ആൻഡ് പോലീസ് വന്ന് ഇൻവോൾവ് ചെയ്ത് they are very hot on things, so it's good. ഞാനിവിടെ നിൽക്കുമ്പോഴേക്കും ഐ ഫെൽറ്റ് വെരി സേഫ് ഗോയിങ് ഔട്ട് ടു പ്ലേസസ് ആൻഡ് സ്റ്റാഫ്. സോ ആരും ഇവിടെ അങ്ങനെ വന്ന് നമ്മളെ ശല്യപ്പെടുത്തില്ല. ജസ്റ്റ് we can just be ourselves. So that is also something that I really liked. പിന്നെ ഇവിടെ മോഷണം പോവോ അങ്ങനെ ഒരു പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല. ആൾക്കാർ വളരെ വളരെ നല്ല മനുഷ്യന്മാരാണ് ഇവിടെ. വെരി ഫ്രണ്ട്ലി ആൻഡ് ഓൾവേസ് ദെയർ ടു ഹെൽപ്പ്. ആ ഒരു ഹെൽപ്പിംഗ് മൈൻഡാണ്. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെയും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വുഡ് സജസ്റ്റ് ദറ്റ് നിങ്ങളും വന്ന് ഇവിടെ ഒരു കുഞ്ഞു ഹോളിഡേക്ക് വേണ്ടി വരൂ and experience all this for yourself. I would highly recommend whoever wants to go. So yeah, ningal come with family, come with just you and your husband or wife or friends, or it's a very nice place. ഞാൻ definitely recommend ചെയ്യും. So yeah, I hope you really enjoyed this vlog. ഇനി നമ്മൾ നെക്സ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വ്ളോഗ് ഇടാം. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും. ഐ എം റിയലി സോറി, എൻ്റെ മലയാളം അത്ര ഗ്രേറ്റ് അല്ല. പക്ഷേ ഐ ഡു ട്രൈ മൈ ബെസ്റ്റ് ടു ടോക്ക് ഇൻ മലയാളം ആസ് മച്ച് as I can, being a Mallu. So yeah, so എന്തെങ്കിലും പറഞ്ഞത്
തെറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. ആൻഡ് നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോഴത്തേക്കും അപ്പോൾ ഗൈസ്, I leave you with this beautiful, beautiful, breathtaking sunset from Cyprus, Larnaca. തിരിച്ച് UK പോവാൻ സമയമായി. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും thank you very much. Thank you for watching. I hope you enjoyed. This is London and Trishurum signing off. Ta-da! Bye-bye. വെള്ളം